ഇവിടെ ഇപ്പോൾ ഈ CPM-നെതിരായിക്കൊണ്ട് പ്രാദേശിക നേതൃത്വത്തിനെതിരെ വലിയ നിലയിലേക്കുള്ള അധിക്ഷേപമാണ് CPI-യുടെ നേതാവായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് പ്രധാനമായിട്ടും കഴിഞ്ഞ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുറേ വർഷങ്ങളായിട്ട് യുവതാര ക്ലബിൻ്റെ ഭാഗമായിക്കൊണ്ട് ന്യൂ ഇയർ നടത്താറുണ്ട്, വിവിധ പരിപാടികൾ നടത്താറുണ്ട്. അപ്പുറത്ത് റെസിഡൻസ് അസോസിയേഷൻ എന്ന നിലയിലേക്കുള്ള പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. രണ്ട് പരിപാടിയും നടന്നിട്ട് കഴിഞ്ഞ തവണയെല്ലാം അല്പം സംഘർഷത്തിലേക്ക് നീങ്ങുന്ന നിലയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യവും ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് യുവതാര ക്ലബ്ബ് അവിടെ അനുമതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ റെസിഡൻസിൻ്റെ ഭാഗമായിക്കൊണ്ടും അനുമതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ പോലീസ് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വിളിച്ചിട്ട് ഈ പരിപാടി മാറ്റിവെക്കാൻ വേണ്ടി പറ്റില്ല എന്നതിലേക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങളപ്പോൾ ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളുടെ തീരുമാനം അറിയിക്കാമെന്നുള്ളതിലേക്ക് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതാര ക്ലബിൻ്റെ ന്യൂ ഇയർ പ്രോഗ്രാം ഈ ഇലക്ഷനെല്ലാം നടന്ന പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി വിപുലീകരിച്ച പരിപാടി അവരുടെ ബിൽഡിംഗ് ഉൾപ്പെടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിക്കൂടെ നടത്തണമെന്ന ധാരണയോട് കൂടിയിട്ട് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ പരിപാടി വേണ്ട, ഞങ്ങൾക്ക് അനുമതി വേണ്ടതില്ല എന്നുള്ളതിലേക്കുള്ള തീരുമാനം ഞങ്ങൾ അറിയിക്കുക, അതിന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയും. പക്ഷെ യഥാർത്ഥത്തിൽ ആ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് അവർ പരിപാടി നടത്തി. ആ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് പോലീസ് ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് അത് CPM-ന്റെ ഇവിടുത്തെ പാർട്ടി നേതൃത്വവും പ്രാദേശിക നേതൃത്വവും ഈ പോലീസിൽ ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിലേക്കുള്ള തെറ്റായ പ്രചരണം അതിന് നേതൃത്വം കൊടുക്കുന്ന CPI-യുടെ നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് വാട്സപ്പ് പ്രചരണത്തിലൂടെയും മറ്റ് പത്രസമ്മേളനം നടത്തിയിട്ടും ഇവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിട്ടും CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ പോലീസിൽ ഇടപെടുന്നു. ഞങ്ങൾ ഇതുവരെ അത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. ഇദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് നടന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വലിയ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഇവിടുത്തെ പ്രാദേശിക CPI-യുടെ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ എത്രയോ തവണ ഇരുന്ന് സംസാരിച്ച് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിന് പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഭാഗമായിക്കൊണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ മാഷ് പറഞ്ഞ അതിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന് മുമ്പിലുള്ള രാഷ്ട്രീയവും അതിന്റെ ബോധ്യവും എന്താണെന്ന് പ്രതിഫലിക്കുന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ നഗരസഭയുടെ മാറ്റം എന്നതിനെ സംബന്ധിച്ച് അത് പാടില്ല എന്ന മനസ്സോട് കൂടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, നീങ്ങിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പക്ഷെ നമ്മൾ അതൊന്നും പറയാൻ വേണ്ടി പോയിട്ടില്ല. പക്ഷേ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം എന്താ സ്ഥിതി നിങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ? അവിടെ വോട്ടിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ നിലയിലേക്കുള്ള പുറകോട്ടടി നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന് അവിടെ എത്ര വോട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് ധാരണ നമുക്കുണ്ട്, അദ്ദേഹത്തിനും അറിയാം. പക്ഷെ അദ്ദേഹം അതിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും, അദ്ദേഹത്തിന് നിന്ന് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് ധരിച്ചിട്ടുണ്ടാവും. ആ ധരിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് വലിയ നിലയിലേക്ക് ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് അവിടെ ജയിച്ചു വരണമെന്ന പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ട് അവിടെ 3 പോസ്റ്റൽ വോട്ടാണുള്ളത്. അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അവിടെ CPM-ന് വോട്ട് ചെയ്യുമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരാളും ഈ UDF-നാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളതാണ്. പക്ഷെ യഥാർത്ഥ വസ്തുത എന്താ? പിന്നീട് അദ്ദേഹം തിരുത്തിയണമെന്നുള്ളത് എനിക്കറിയില്ല. 2 വോട്ട് അതിന്റെ റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളിന്റെ ഭാഗമായി കൊണ്ട് എണ്ണിയപ്പോൾ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 വോട്ട് 2 വോട്ട് UDF-നും 1 വോട്ട് LDF-നാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് അടിസ്ഥാനരഹിതമായിട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിച്ച് CPM-ഉം CPI-യും ഈ തളിപ്പറമ്പിലെന്തോ വലിയ നിലയിലേക്കുള്ള തെറ്റിലാണുള്ളത് എന്നത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിലെ തളിപ്പറമ്പിന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ചേർത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് CPI-യെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് കൃത്യമായിട്ട് ഞങ്ങൾക്കുള്ള ബോധ്യം. അതിന് ഇവിടെ മാഷ് പറഞ്ഞതുപോലെ CPI-യുടെ നേതൃത്വം അതിന് വഴങ്ങിക്കൊടുക്കുന്നുണ്ടോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് നമുക്കുള്ളത്. അതിന്റെ പ്രതിഫലനമാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ അതിന്റെ ഭാഗമായി കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തതെന്നത് മാഷ് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം മാർച്ച് നടത്താൻ വേണ്ടി പോകുന്നതിന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ മണ്ഡലം സെക്രട്ടറിയോട് ഇന്ന ഒരു മാർച്ച് റെസിഡൻസിന്റെ പേരിലാണെങ്കിലും
CPIയുടെ ജില്ലാ കൗൺസിൽ അംഗമായിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റെസിഡൻസിന്റെ പേരിൽ നടന്നോട്ടെ, അദ്ദേഹം റെസിഡൻസിന്റെ ഭാഗമാണെങ്കിൽ നടത്തിക്കോട്ടെ. പക്ഷെ CPIയുടെ നേതൃത്വം പോയിട്ട് ഈ പരിപാടിയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് പാടില്ല, അത് നിങ്ങളുടെ നേതൃത്വത്തോട് നിങ്ങൾ സംസാരിക്കണം, അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നതിലേക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഞാൻ ശ്രമിക്കാം ഇടപെടാന്നാണ്. അവിടെയാണ് അജയകുമാർ വന്നിട്ട് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ മാർഷ് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ ഐക്യമാണ് ഏറ്റവും ശക്തമെങ്കിൽ ഇങ്ങനെയുള്ള നേതൃത്വം പോലും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്കുള്ളതായി തോന്നുന്നതാണ് നമുക്കിവിടെ പ്രകടമാകുന്ന നിലയിലേക്കുള്ള വസ്തുത വന്നുകൊണ്ടിരിക്കുന്നത്. CPI ഈ റെസിഡൻസിന്റെ മാർച്ചിന് BJP സംസാരിക്കുന്നു, പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ സംസാരിക്കുന്നു. ഈ ഒരു രാഷ്ട്രീയം തളിപ്പറമ്പിൽ CPM-നെതിരായിക്കൊണ്ടുള്ള ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇന്നിങ്ങനെയുള്ള ഈ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അത് പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം എന്നതാണ് തളിപ്പറമ്പിലെ പാർട്ടിക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം.